ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ടീം ഇന്ത്യ നാളെ ന്യൂസിലാൻഡിനെതിരെ ഇറങ്ങുകയാണ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ മറ്റൊരു ICC കിരീടം തങ്ങളുടെ പേരിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് രോഹിത് ശർമ്മയും സംഘവും. മറുഭാഗത്ത് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള ടീമാണ് ന്യൂസിലാൻഡ്. പ്രത്യേകിച്ച് ICC ടൂർണമെന്റുകളിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ ന്യൂസിലാൻഡിന് ഇന്ത്യയേക്കാൾ മേൽക്കോയ്മയുണ്ട്. ഫൈനലിനായി ഇറങ്ങുന്നതിന് മുൻപ് ടീം ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷൻ ഉൾപ്പെടെയുള്ള നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ പോരാട്ടത്തിന്റെ സമഗ്രമായൊരു പ്രിവ്യൂ ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഏറ്റവും മികച്ച താരങ്ങളുമായാണ് ഇന്ത്യയും ന്യൂസിലാൻഡും ഒരിക്കൽ കൂടി മറ്റൊരു ICC ഫൈനലിനായി തയ്യാറാകുന്നത്. രണ്ട് ടീമും താരസമ്പന്നമാണ്. ഇന്ത്യ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് എത്തിയത്. ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ ഫൈനലിനായി ഇറങ്ങുന്നത്. എന്നാൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക എന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാകില്ല. ഇതിനു മുൻപ് 2 തവണയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ ICC ടൂർണമെന്റ് ഫൈനലിൽ നേരിട്ടിട്ടുള്ളത്. 2 തവണയും ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിനായിരുന്നു വിജയം. അതുകൊണ്ട് തന്നെയും നിർഭാഗ്യത്തിന്റെ സമ്മർദ്ദം ടീം ഇന്ത്യക്കുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽവി അറിയാതെയാണ് ടീം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യമാണ് അടുത്തതായി എത്തുന്നത്. 4 സ്പിന്നർമാരുമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെ ടീം ഇന്ത്യ തോൽപ്പിച്ചത്. സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടാനായി എത്തിയപ്പോഴും ഇതേ പ്ലേയിങ് കോമ്പിനേഷനെ തന്നെയാണ് ടീം ഇന്ത്യ നിലനിർത്തിയത്. എന്നാൽ ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ 4 സ്പിന്നർമാർക്കെതിരെ കളിച്ച ന്യൂസിലാൻഡിന് ടീമിന്റെ തന്ത്രം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ സ്പിൻ കണിക്കെതിരെ കൃത്യമായ പദ്ധതികളോടുകൂടി തന്നെയായിരിക്കും ന്യൂസിലാൻഡ് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില മാറ്റങ്ങൾക്ക് ടീം ഇന്ത്യ തയ്യാറായേക്കും. ന്യൂസിലാൻഡിന്റെ മിക്ക താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു പേസറെ കൂടി ആവശ്യമാണ്. ഒരുപക്ഷെ കുൽദീപ് യാദവിന് പകരം ഹർഷിത് റാണയെ ടീം ഇന്ത്യ പ്ലേയിങ് ലെവലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കം കാണുന്നുണ്ട്. ഡെത്ത് ഓവറുകളിൽ കിവീസിനെ ഭയക്കേണ്ട സാഹചര്യത്തിൽ ഗ്ലെൻ ഫിലിപ്സും ഡാരൽ മിച്ചലും ഉൾപ്പെടെ അതിവേഗം റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരങ്ങൾ ന്യൂസിലാൻഡ് നിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് ടീം ഇന്ത്യ പോയേക്കുമെന്നുള്ള സൂചനകൾ കാണുന്നുണ്ട്. ഋഷഭ് പന്തും അർഷ്ദീപ് സിംഗും പ്ലേയിങ് ലെവലിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള സാഹചര്യം നിലവിലില്ല. ഋഷഭ് പന്തോ അർഷ്ദീപ് സിംഗോ പ്ലേയിങ് ലെവലിലേക്ക് എത്തുമെന്നുള്ള സാഹചര്യം നിലവിൽ റിപ്പോർട്ടുകളിൽ പറയുന്നില്ല. സെമിയിലെ തകർപ്പൻ പ്രകടനത്തോടു കൂടി KL രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ റോൾ ടീം ഇന്ത്യക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. അർഷ്ദീപ് സിംഗിനേക്കാൾ ടീം പ്രതീക്ഷ അർപ്പിക്കുന്നത് ഹർഷിത് റാണയിലാണ്. അതുകൊണ്ട് തന്നെ ഷമിക്കൊപ്പം മറ്റൊരു പേസറെ കൂടി ടീം ഇന്ത്യ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹർഷിത് റാണയെ തന്നെയായിരിക്കും. ഈ ഒരു മാറ്റം ഒഴിച്ചു നിർത്തിയാൽ സെമി ഫൈനലിൽ ഇറങ്ങിയ അതേ ടീമിനെ തന്നെയായിരിക്കും ടീം ഇന്ത്യ ഫൈനലിലേക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ, KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ് അല്ലെങ്കിൽ ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.